മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ രാവിലെയും കുറച്ചധികം നേരമായി അനുമോളും അനീഷും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അനുമോളുടെ മനസ്സിലുള്ള സങ്കടവും ആദിലെക്കുറിച്ചും നൂറെക്കുറിച്ചുമൊക്കെ അനുമോൾ അനീഷിനോട് സംസാരിക്കുന്നു. ആ കൂട്ടത്തിൽ അനുമോൾ പറയുന്നത്, ഇത്രയും ദിവസം മിണ്ടിക്കൊണ്ടിരുന്ന ഷാനവാസിക്ക ഇപ്പോൾ പറയുക, ഞാൻ ഭക്ഷണം വെച്ചിട്ട് കിച്ചണിൽ നിന്നും വിളിക്കും. നമുക്ക് ഭക്ഷണം വേണമെങ്കിൽ അവളുടെ മുന്നിൽ പ്ലേറ്റുമായി ചെന്ന് നിൽക്കണം. നമുക്ക് ഭക്ഷണം തരുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചാണ് അവർ എന്നോട് പെരുമാറുന്നത്. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. ഞാൻ നന്മമരം കളിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഷാനവാസിക്ക പറയുന്നത്. ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് അവരെനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് വിചാരിച്ചിട്ടോ നല്ലത് വിചാരിക്കുമെന്ന് വിചാരിച്ചോ അല്ല. പുറത്തും ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്ന് അനുമോൾ അനീഷിനോട് പറയുന്നു. എന്നിട്ട് അനുമോൾ പറയുന്നത്, നേരത്തെ ഞാൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു, പിന്നെ അത് വേണ്ട എന്ന് വിചാരിച്ചു. എനിക്ക് മുന്നേ ചെയ്തവരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതായത് ബിഗ് ബോസ് ഹൗസിൽ കൂടുതൽ പേരുള്ളപ്പോൾ കിച്ചൺ ടീം ഭക്ഷണം വെച്ചിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കുമായിരുന്നു. ആ ഒരു കാര്യമാണ് അനുമോൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എന്തായാലും അനുമോൾ ഇപ്പോൾ അനീഷിനോട് പറയുന്നത്, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ തന്നെ പോകും, ടാസ്ക് ചെയ്യും. ഈ വീക്ക് പുറത്തു പോയാലും എനിക്ക് പ്രശ്നമില്ല. അനുമോളോട് ഇന്നലെ വരെ ചിരിച്ചും കളിച്ചും സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് ഷാനവാസ്. പെട്ടെന്ന് ആദിലയും നൂറയും അനുമോളും തമ്മിലൊരു പ്രശ്നമുണ്ടായപ്പോൾ ഷാനവാസിൻ്റെയും സ്വഭാവം മാറി. ഷാനവാസ് അപ്പോൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അനുമോൾ പറയുന്നത്, ഇതൊക്കെ മനസ്സിൽ വെച്ചാണ് അപ്പോൾ എന്നോട് ചിരിച്ചു കളിച്ച് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷാനവാസിൻ്റെ വായിൽ നിന്നും ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും അനീഷിനോട് അനുമോൾ പറയുന്നുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.